ക്യാൻസർ ടൈപ്പ് മുഴകളെ നമ്മൾ എങ്ങനെയാണ് സർജറിയിലൂടെയാണോ മാറ്റുന്നത്? ഡോക്ടർ ഒരു സർജൻ ആണല്ലോ. അപ്പോൾ ഇത് സർജറിയിലൂടെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വീണ്ടും ഈ ട്യൂമർ വരാനുള്ള ചാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സർജറി തന്നെയാണ് ലിവർ ട്യൂമറിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സർജറി ഞങ്ങൾ പറയുന്നത് കൂടുതലൊരു അബ്ലേറ്റീവ് ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾ ലിവർ ട്യൂമർ കണ്ടു കഴിഞ്ഞാൽ ആ ട്യൂമർ ഉള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണ് നമ്മളുടെ ഉദ്ദേശം. പക്ഷേ ഈ ലിവർ ക്യാൻസറുകൾ ചില സമയത്ത് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ബാധിച്ച് ഒരുമിച്ച് ഒരേ സമയത്ത് വരുമ്പോൾ സർജറി ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചെറിയ ഒരു ആരംഭ സ്റ്റേജിലെ ലിവർ സിറോസിസിലാണെങ്കിൽ നമ്മൾ അതിനെ സർജറി ചെയ്ത് മാറ്റിയാലും ഉടനെ തന്നെ അത് മറ്റൊരു സ്ഥലത്ത് വീണ്ടും ട്യൂമർ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആരംഭ സ്റ്റേജിൽ ഈ ഒരു ട്യൂമർ അവിടെ ഇരിക്കെ അതിനെ കരിച്ച് കളയുന്ന ടെക്നീക്സ് ഉണ്ട്. അപ്പോൾ അതിനെ റേഡിയോ ഫ്രീക്വൻസി, മൈക്രോവേവ് അബ്ലേഷൻ എന്നൊക്കെ പറഞ്ഞ പല പല ടെക്നീക്സ് ഉണ്ട്. ഈ ടെക്നീക്സിലൂടെ ആ ട്യൂമറിനെ കരിച്ച് കളഞ്ഞതിന് ശേഷം ആ ലിവറിനെ നമുക്ക് മാറ്റി പുതിയ ലിവർ കൊടുക്കുന്നത്, അതായത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലിവർ ട്യൂമർ വരാനുള്ള സാധ്യതയും കുറയും. അത് മാത്രമല്ല, അത് അവരുടെ സിറോസിസ് കാരണമുള്ള പ്രോബ്ലംസൊക്കെ ഒറ്റയടിക്ക് തന്നെ ട്രീറ്റ്മെൻറ്റായി കംപ്ലീറ്റ് ആവും.